വഖഫ് ബോർഡ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാം എന്നും ഈ ഇടക്കാല ഉത്തരവിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതിന്റെ കൂടുതൽ വ്യക്തത ഈ വാർത്തയിൽ നിന്ന് വരേണ്ടതുണ്ട്. സാജിദ് അജ്മൽ ചേരുന്ന വിവരങ്ങളുമായി. സാജിദ്, ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അജിൻസ്, ഇതിൽ വഖഫ് ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഹൈക്കോടതി മരവിപ്പിച്ച ആ നടപടി റദ്ദാക്കണം എന്നുള്ളതാണ്. അതായത് ഈ പൂർണ്ണതോതിൽ തങ്ങൾക്ക് നയപരമായ തീരുമാനം എടുത്ത് പ്രവർത്തിക്കാനുള്ള അവകാശം നൽകണം എന്നുള്ളതാണ്. അത് സുപ്രീം കോടതി പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വഖഫ് ബോർഡിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് ഉള്ളത്. അതായത് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരി റദ്ദാക്കിയിരിക്കുകയാണ്. അത് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച ആ തീരുമാനമാണ്, ഹൈക്കോടതിയുടെ തീരുമാനമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഈ വഖഫ് ബോർഡ് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അമുസ്ലിം അംഗങ്ങളെ നിയമിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഹൈക്കോടതിക്ക് മുൻപാകെ ഉന്നയിക്കപ്പെട്ട വാദമെന്നും അതിന്റെ പേരിൽ ഈ തങ്ങളെ പൂർണ്ണമായി തങ്ങളുടെ പ്രവർത്തനം മരവിപ്പിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നുള്ള ഒരു കാര്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ ഒരാവശ്യം ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ ഹൈക്കോടതി പൂർണ്ണമായും അവരുടെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുകയാണ്, താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. കേസ് നാളെ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അത് റദ്ദാക്കണമെന്ന ആവശ്യം ഈ സുപ്രീം കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ ഇന്ന് ഈ വഖഫ് ബോർഡിന്റെ ജുഡീഷ്യൽ സിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജുഡീഷ്യൽ സിറ്റിംഗിൽ ഈ ഉമർ ഫൈസി മുക്കവും ചെയർമാനായ കെ ഹംസയും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവർ പറയുന്നത് നയപരമായ തീരുമാനം എടുക്കാതെ ഈ ജുഡീഷ്യൽ സിറ്റിംഗിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷെ അതിൽ ഈ വിധി പ്രസ്താവിക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞ് കുറെ കേസുകളുണ്ട്. അങ്ങനെ വിധി പ്രസ്താവിക്കുകയാണെങ്കിൽ അത് ഇങ്ങനെ മരവിപ്പിച്ച ഒരു ബോഡി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എത്രത്തോളം നിയമസാധ്യത ഉണ്ടാകുമെന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. ജിംസ്, അതായത് സാജിദ്, ഇപ്പോൾ ഈ വിധിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ബോർഡിന് അതേപടി തുടരാമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. നേരത്തെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ ആവുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒഴിവാകുന്നു. കാരണം സർക്കാരിന് വഖഫ് ബോർഡിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അതില്ലാണ്ടാവുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, വഖഫ് ബോർഡിന് അങ്ങനെ തന്നെ തുടരാൻ കഴിയുമോ, നയപരമായ തീരുമാനമെടുക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടുണ്ടോ? ഇല്ല, അതായത് അഡ്മിനിസ്ട്രേറ്ററുടെ അത് ഒഴിവാക്കിയിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാർ പുതുതായി നിയമിച്ചതാണ്. മദീന ബീഗം എന്ന അവരെയാണ് നിയമിച്ചിരുന്നത്. ആ കാര്യം റദ്ദാവുകയും അവർക്ക് ഈ നേരത്തെ ഉള്ള വഖഫ് ബോർഡിന്റെ കാര്യങ്ങളുമായി പോകാം. പക്ഷേ ഈ ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഈ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ആ കാര്യം ത്തിൽ എന്തെങ്കിലും തീരുമാനം, അത് ഹൈക്കോടതിയുടെ ആ തീരുമാനം ഈ പൂർണ്ണമായി റദ്ദാക്കുന്നതിലേക്ക് സുപ്രീം കോടതി പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ, അത് ഇനി ഇത് താൽക്കാലികമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇനി സുപ്രീം കോടതി ഹൈക്കോടതി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കട്ടെ എന്ന് പറയുമോ എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും അത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെയാണ് അതിന്റെ കൂടുതൽ ഈ താൽക്കാലികമായി മരവിപ്പിച്ച നടപടിയുടെ മേൽ എന്ത് തീരുമാനമെടുത്തു, അതോ ഇപ്പോൾ വന്ന ഒരു തീരുമാനം മാത്രമാണോ ഉള്ളത് എന്ന കാര്യത്തിൽ വ്യക്തത വരും. പക്ഷേ സാജിദ്, ഒരു കാര്യം കൂടിയുണ്ടല്ലോ, ഈ വഖഫ് ബോർഡിന്റെ യഥാർത്ഥത്തിലുള്ള പ്ലീ എന്തായിരുന്നു? ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും തിരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതായത് ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം മരവിപ്പിച്ച നടപടി നീക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. തീർച്ചയായും വഖഫ് ബോർഡിനെ മരവിപ്പിച്ച നടപടി പൂർണ്ണമായി തിരുത്തണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ വഖഫ് ബോർഡിന് തങ്ങളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം, അതിനുള്ള അനുമതി നൽകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ആ കാര്യത്തിൽ അതായത് ഹൈക്കോടതിയാണ് വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചത്. അതിൽ അപ്പീൽ എന്ന രീതിയിലാണ് സുപ്രീം കോടതിയെ വഖഫ് ബോർഡ് സമീപിച്ചത്. അക്കാര്യത്തിൽ ഹൈക്കോടതി വിധി പൂർണ്ണമായി റദ്ദാക്കി ഈ നേരത്തെ ഉള്ള അതേ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്.